ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ നിവിന്റെയും ലക്ഷ്മിയുടെയും ഉനിയലിന്റെ ഫാമിലി എന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ ലക്ഷ്മിയുടെ മകൻ വന്നിട്ടില്ല കേട്ടോ. എല്ലാരും വെയിറ്റ് ചെയ്തത് അതായിരുന്നു. ലക്ഷ്മിയുടെ അമ്മ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉനിയലിന്റെ അമ്മയും പിന്നെ അനിയനും വന്നിട്ടുണ്ട്. ഭയങ്കര വൈബായിട്ടുള്ള ഒരു അമ്മ കേട്ടോ. എല്ലാവരോടും ഭയങ്കരമായിട്ട് പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് കലബലരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ. അനുമോളോട് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അനുമോളുടെ ഫാനാണ് ഞാനെന്ന് പറയുന്നത്. നിവിനെ അതുപോലെ തന്നെ ആര്യനോട് പറയുന്നു. ആര്യനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എല്ലാവരോടും സംസാരിക്കുന്നു. ഷാനവാസിനോട് പറയുന്നു. ഷാനവാസിന്റെ വീട്ടിൽ എല്ലാവരും വന്നത് കണ്ടിട്ടുണ്ട്. മകൾ അടിപൊളിയാണെന്ന് പറയുന്നു. ഭാര്യയും വന്നത് കണ്ടു എന്നെല്ലാം പറയുന്നു. അനീഷിനോടും പറയുന്നു. അനീഷിന്റെ സുപ്രഭാതത്തെ കുറിച്ച് പ്രത്യേകം പറയുന്നു. അങ്ങനെ എല്ലാവരോടും നമ്മുടെ പിന്നെ പൊന്നിയൻ്റെ അമ്മ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിള്ളേരോട് എല്ലാം സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് വയ്യ, എന്നാലും ആവുന്ന രീതിയിൽ എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് വന്നത് നമ്മുടെ നിവിൻ്റെ അമ്മയും സഹോദരിയുമാണ് വന്നത്. ബിഗ് ബോസ് അവരോട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ 4 പേരും 5 പേരും ക്ലാസ്മേറ്റ് ഇവിടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ ടീച്ചറാണെന്ന് തോന്നുന്നു. ടീച്ചറാണ് അവരന്നേരം സംസാരിക്കുന്നത്. പക്ഷെ ലക്ഷ്മിയുടെ മകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു കുഞ്ഞിനെ കാണാൻ പറ്റുന്നുള്ളത്. പക്ഷെ ലക്ഷ്മി വീട്ടിൽ നിന്ന് ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ. അച്ഛനില്ല. അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയതുകൊണ്ട് അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ നിവിൻ്റെ വീട്ടിൽ നിവിൻ്റെ അമ്മയും പിന്നെ അനിയത്തിയാണ്. പക്ഷെ നിവിൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും പക്ഷെ അവരാരും സംസാരിക്കത്തില്ലടാ. അധികം സംസാരിക്കുന്ന വ്യക്തിയൊന്നുമില്ല. നിവിൻ്റെ അനിയത്തി എല്ലാവരോടും മിണ്ടി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ലൈവിൽ നടന്നതാണ് ഇത്. അവർ പോയിട്ടില്ല. എല്ലാവരും അവിടെ തന്നെയുണ്ട്.